ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി കേട്ടോ. അങ്ങനെ രോഹിത്ത് റൂബിയെയും കൂട്ടിയിട്ട് ആ പെൺകുട്ടിയെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരികയാണ്. ആരുമില്ലാത്ത സമയത്താണ് വരുന്നത്. അതായത് അച്ഛനും അമ്മയും ഒന്നുമില്ല, അലീനയും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ. മുത്തശ്ശി കിടപ്പിലായതുകൊണ്ട് സൗകര്യമല്ലോ. പിന്നെ അലീനയല്ല, അലീനയെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിർത്താം എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ കാമുകിയെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നത്. ആ പെൺകുട്ടിക്ക് ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ട് കേട്ടോ. രോഹിത് ഇങ്ങനെ മനഃപൂർവ്വം നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നേക്കാണ്. രോഹിത്തിൻ്റെ ഉദ്ദേശമൊന്നും എന്തായാലും നല്ലതൊന്നും അല്ല, ചെറുതായിട്ട് ഇത്തിരി മോശമൊക്കെ തന്നെയാണ്. പക്ഷേ റൂബി അവനിലുള്ള വിശ്വാസം കൊണ്ട് വരികയാണ്, അവനോടുള്ള സ്നേഹം കൊണ്ട് വരികയാണ്. അങ്ങനെ അലീന വന്ന് കതക് തുറക്കുകയാണ്. കതക് തുറക്കുമ്പോൾ കാണുന്നത് രോഹിത്തിനെ കേട്ടോ. രോഹിത്തിനെ മാത്രമേ ആദ്യം കാണുന്നുള്ളൂ. വളരെ സംശയത്തോട് കൂടിയിട്ട് രോഹിത്തിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് പുറകിൽ നിന്ന് ഒരു പെൺകുട്ടി തലയിട്ട് നോക്കുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര ടെൻഷനാവുകയാണ്. എന്തൊക്കെ ഇവൻ ചെയ്തു കൂട്ടുന്നത് എന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഒരു ടെൻഷനും സങ്കടമൊക്കെ ഉണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അലീന ചോദിക്കുകയാണ്, എന്താ ഇന്ന് ക്ലാസ് ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇന്ന് കോളേജിൽ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കോളേജിൽ പോവാതിരിക്കുകയും ചെയ്യും, അതൊക്കെ ചോദിക്കാൻ നീ ആരാ എന്ന് ചോദിക്കുകയാണ് രോഹിത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, നീ രാവിലെ കോളേജിലേക്കാണെന്നും പറഞ്ഞില്ലേ ഇവിടെ നിന്നും പോയത്, പിന്നെ എന്താ ഈ സമയത്ത് വന്നത്, അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയുമ്പോൾ ഞാൻ കോളേജിലേക്കാണ് പോകുന്നതെന്ന് നിന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ, ആര് പറഞ്ഞു എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് അലീനയോട്. അതായത് ആ പെൺകുട്ടിയുടെ മുന്നിൽ, റൂബിയുടെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാണ്, അലീനയെ ഒതുക്കി നിർത്തുന്ന രീതിയിൽ. അവളോട് പറഞ്ഞു വെച്ചേക്കുന്നത് തൻ്റെ വീട്ടിലുള്ള സെർവൻറ്റിന് തന്നോടൊരു ക്രഷ് ഉണ്ട്, ഞാൻ പറഞ്ഞു എനിക്ക് നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ട്, ഒരു ചങ്കത്തിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട്, അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ അല്ലേ. അപ്പോൾ റൂബിയുടെ മനസ്സിൽ അലീനയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു വെച്ചേക്കാണ്. അപ്പോൾ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ റൂബിയും ഇടയ്ക്ക് കയറി ചൊറിഞ്ഞോളുമല്ലോ. പിന്നെ റൂബിയുടെ ഒരു ഇഷ്ടം പിടിച്ചു പറ്റാനും കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, സാധാരണ അതാണല്ലോ പതിവ്, കോളേജിലേക്കാണല്ലോ പോകാറ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പതിവായിട്ട് പോകുന്ന ആളൊന്നുമല്ല, ഞാൻ പല പതിവുകളും തെറ്റിക്കുന്ന ആളാണ്, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറയണം. നീ ആരാ ഇതൊക്കെ ചോദിക്കാൻ, നിനക്ക് നിൻ്റെ കാര്യം നോക്കിയാൽ പോരെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയാണ് അലീന. അപ്പോൾ നീ ആരാണെന്ന് വിചാരിച്ചിട്ട്, നീ ആരാണെന്ന് ആർക്കറിയില്ല എന്ന് എനിക്കറിയില്ല എന്നോ അതോ നിനക്കറിയില്ല എന്നോ എന്ന് ചോദിക്കുമ്പോൾ ആർക്കും അറിയില്ല എന്ന് പറയാണ് അലീന. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, ആർക്കുമല്ല അറിയാത്തത്, നീ ആരാണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, എന്നാൽ മനസ്സിലാക്കിക്കോ, നീ ഈ വീട്ടിലെ വെറും സെർവൻറ്റ് മാത്രമാണ്. സെർവൻറ്റിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്, ആ വീട്ടിലെ ആളുകൾ പറയുന്ന ജോലി ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടുതലൊന്നും ഇങ്ങോട്ട് പഠിപ്പിക്കാനോ ചോദ്യം ചെയ്യാനോ നീ വരേണ്ട ആവശ്യമില്ല എന്ന് പറയാണ് രോഹിത്. വഴിയിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പറയാണ് രോഹിത്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഈ കുട്ടി ഏതാണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നീ എന്തിനാണ് അറിയുന്നതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അറിയണ്ടേ, ആരുമില്ലാത്ത നേരത്തെ ഒരു പെൺകുട്ടിയും കൂട്ടി വീട്ടിലേക്ക് വന്നാൽ പിന്നെ അത് ചോദിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് അലീന. അതൊക്കെ ചോദിക്കണം, പക്ഷെ അതൊക്കെ ചോദിക്കാൻ നീ ആരാണ്? എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും ഒന്നും അല്ലല്ലോ നീ, ആണോ? നീ എൻ്റെ ചേച്ചി എങ്ങാനും ആണോ? അല്ലല്ലോ. അപ്പോൾ നീ ഇവിടുത്തെ സെർവൻ്റാണ്, അത് നീ മനസ്സിലാക്കിയിട്ട് നിന്നാൽ മതി. ഇത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ടുവന്നത് ചോദ്യം ചെയ്യാനും മാത്രം നീ ആയോ? നീ ആരാന്നാ നിൻ്റെ വിചാരം എന്നൊക്കെ ചോദിച്ച് അലീനയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടണം. ഇവളാണെങ്കിൽ, റൂബി ആണെങ്കിലും ഒന്നും മിണ്ടാതെ വളരെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് അലീനയെ നോക്കി നിൽക്കുന്നത് കേട്ടോ. അലീനയ്ക്കാണെങ്കിൽ ഇതൊന്നും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അലീന വിടാനുള്ള ഭാവമില്ല. അലീന പറയുന്നുണ്ട്, എന്നാലും നിങ്ങൾ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞില്ല എന്ന് വീണ്ടും പറയട്ടോ. എന്തെങ്കിലും കാരണം ആയിക്കോട്ടെ, നീ നിൻ്റെ പാട് നോക്കിയപ്പോൾ എന്ന് പറഞ്ഞിട്ട് വഴിയിൽ നിന്ന് മാറി എന്ന് പറഞ്ഞുകൊണ്ട് റൂബിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരികയാണ്. വീണ്ടും പുറകെ അലീന വന്നിട്ട് ചോദിക്കുന്നുണ്ട്, രോഹിത് നീ നിൽക്ക്, നീ എങ്ങോട്ടേക്ക് പോകുന്നത്, നീ എന്തിനാ ഇവളെയും കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോകുന്നത്, ഇവിടെ ഇരുന്നാൽ പോരെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവളെയും കൂട്ടിയിട്ട് മുകളിലേക്ക് പോയാൽ നിനക്ക് എന്താ കുഴപ്പം, ഞാൻ എൻ്റെ റൂമിലേക്ക് അവളെ കൊണ്ടുപോകണം, നിനക്ക് വല്ല നഷ്ടമുണ്ടോ എന്ന് ചോദിക്കണം. നീ എന്തിനാ ഇവളെ കൂട്ടിക്കൊണ്ടുവന്നെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ നീ നിൻ്റെ പണി നോക്കി പൊക്കോ, എൻ്റെ വായലിരിക്കുന്നത് കേൾക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് റൂബി നീ വായെന്നും പറഞ്ഞിട്ട് റൂബിയുടെ കൈയും പിടിച്ചുകൊണ്ട് മുകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അലീന. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ എങ്ങനെ അവനെ പറഞ്ഞ് തിരുത്തും, എന്തെങ്കിലുമൊക്കെ കുഴപ്പം കാണിക്കുമോ എന്നൊക്കെ ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അലീന. അലീന പെട്ടെന്ന് തന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ആരാ മോളെ കോളിംഗ് ബെൽ അടിച്ചത്, ആരാ വന്നത്, ബാലൻ എങ്ങാനും ആണോ എന്ന് ചോദിക്കുമ്പോൾ ബാലൻ ഊണ് കഴിക്കാൻ എങ്ങാനും വന്നോ, ഇത്ര നേരത്തെ വന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സാറൊന്നുമല്ല മുത്തശ്ശി, രോഹിത്താണ് വന്നത് എന്ന് പറയണേ. രോഹിത്താണോ വന്നത്? രോഹിത് എന്തിനാ ഈ സമയത്ത് വന്നത്, അവൻ ഇന്ന് ക്ലാസ്സില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മുത്തശ്ശി, രോഹിത് ഒരു പെൺകുട്ടിയും കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്, അവൻ്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, അവൻ്റെ റൂമിൽ ആ ഒരു പെൺകുട്ടിയും അവനും കൂടെ ഉണ്ട് എന്ന് പറയണം. ഇത് കേട്ടിട്ട് മുത്തശ്ശിക്ക് ആകെ ടെൻഷൻ ആവണ്ട. എന്താ മോളെ നീ പറയുന്നത്, രോഹിത് ഒരു പെൺകുട്ടിയും കൂട്ടിയിട്ട് മുകളിൽ റൂമിൽ പോയിട്ടിരിക്കാന്നോ, എന്താ ഈ കേൾക്കുന്നത്, എൻ്റെ ദൈവമേ നീ എന്താ എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, നീ അവരെ പോയി ഒന്ന് തിരുത്ത്, എന്താണ് അവിടെ അവർ ചെയ്യാൻ പോകുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ, എന്തൊക്കെ ഈ വീട്ടിൽ നടക്കുന്നത്, ഈ കുട്ടികളൊക്കെ ഏത് രീതിയിലേക്ക് പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, നീ ഒന്ന് ചെല്ല് മോളെ അങ്ങോട്ട്, എന്നിട്ട് അവരെന്താ പറയണേന്ന് നോക്ക്, അവരോട് പറ ഇങ്ങനെ റൂമിൽ കയറി ഇരിക്കില്ലേ എന്ന് പറയും, ഇവിടെ വന്ന് അവർക്ക് എന്തെങ്കിലും പറയാനോ മിണ്ടാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഹോളിൽ വന്ന് ഇരുന്നൂടെ, എന്നിട്ട് സംസാരിച്ചൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനത് പറഞ്ഞതാ മുത്തശ്ശി, എന്തിനാണ് മുകളിലേക്ക് പോകുന്നത്, ഇവിടെ ഇരുന്നാൽ പോരെ, ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ പോരെ എന്ന് പറഞ്ഞിട്ട് എന്നെ കുറേ ചീത്ത പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് മുകളിലേക്ക് പോയത് എന്ന് പറയാണ് അലീന. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഒന്ന് ചെല്ലും മോളെ, എന്നിട്ട് അവരെന്താ പറയണേ നോക്ക്, അങ്ങനെ കെട്ടഴിച്ച് വിടാനൊന്നും പറ്റത്തില്ലല്ലോ, ഈ മക്കളൊക്കെ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത്, അവരെ നേർവഴിക്ക് നടത്തേണ്ടതല്ലേ, നമ്മളല്ലേ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ പറഞ്ഞതാ മുത്തശ്ശി എന്നിട്ടും കേട്ടില്ല, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോണേന്നാവോ, എന്താ ചെയ്യേണ്ട, മാഡത്തെ വിളിച്ച് പറയണോ, സാറിനെ വിളിച്ച് പറയണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ആദ്യം നീ ഒന്ന് അങ്ങോട്ടേക്ക് ചെല്ല്, നിൻ്റെ സ്വന്തം ആങ്ങളെയാണെങ്കിൽ നീ ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കത്തൊന്നുമില്ലല്ലോ, വല്ല കുഴപ്പത്തിലും ചെന്ന് ചാടുന്നതിന് മുൻപ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ നോക്ക് എന്ന് പറയണം മുത്തശ്ശി. അതോടെ കേട്ടപ്പോൾ അലീനയ്ക്ക് ആകെ വല്ലാതാവുക കേട്ടോ, തൻ്റെ സ്വന്തം ആങ്ങളെ തന്നെയാണ്, മുത്തശ്ശിക്ക് അറിയില്ലെങ്കിലും തൻ്റെ സ്വന്തം ആങ്ങളെയാണല്ലോ, അപ്പോൾ അവനിങ്ങനെ ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നതൊന്നും അലീനയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അലീന പെട്ടെന്ന് തന്നെ മുകളിലേക്ക് ഓടിച്ചെല്ലുകയാണ്. അതേസമയം റൂമിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രോഹിത്തും റൂബിയും കൂടിയിട്ടോ. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ റൂം എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ, ഓ നല്ല വൃത്തിയും ഭംഗിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയാണ് റൂബി. ഇതൊക്കെ ഞാൻ വൃത്തിയാക്കി വെക്കുന്നതാണ്, അപ്പോൾ ആ സെർവൻ്റ് ഒന്നും ചെയ്യത്തില്ലേ, അവളിവിടെ ആകെ അലങ്കോലാക്കി ഇടുകയാണ് ചെയ്യാറ്, ഞാൻ വേണം എന്നിട്ട് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല, ഈ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ അവൾ മൊത്തം വാരി വലിച്ചിടും, പിന്നെ ഈ റൂമിലേക്ക് കയറുന്നത് അവളുടെ മനസ്സിലോ വേറെ ചിന്തകളൊക്കെ ഉള്ളതുകൊണ്ടാണ്, അധികവും ഞാനുള്ള സമയത്ത് അവൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് റൂമിലേക്ക് വരും എന്നൊക്കെ രോഹിത്ത് അലീനയെക്കുറിച്ച് റൂബിയോട് പറയുകയാണേ. അപ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്, നീ എന്തിനാ അതൊക്കെ അനുവദിച്ച് കൊടുക്കുന്നത്, നീ ഉള്ളപ്പോൾ അവളോട് ഈ റൂമിൽ കയറരുതെന്ന് പറഞ്ഞൂടെ നിനക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്, എന്നാലും അവൾ ചായ വേണോ, കോഫി വേണോ, അല്ലെങ്കിൽ ഫുഡ് എടുക്കണോ, എന്തെങ്കിലും വേണോ, എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരും എന്ന് പറയാണ് രോഹിത്ത്. ചുമ്മാ തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കൂടി കേൾക്കുമ്പം അവൾക്ക് ദേഷ്യം കൂടുകയാണ് അലീനയോട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീന മുകളിലിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് രോഹിത്ത് റൂബിയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കണം. അപ്പം എന്താ രോഹിത്, ഇത് വേണ്ട, ഇതൊന്നും വേണ്ട കേട്ടോ, വിവാഹത്തിന് മുമ്പ് നമുക്ക് ഇങ്ങനെയൊന്നും വേണ്ട എന്നൊക്കെ ആ കുട്ടി പറയുന്നുണ്ടെങ്കിലും രോഹിത് പിന്നെ ഒന്ന് കയ്യെ പിടിച്ചൊന്ന് വെച്ചോ, ഒന്ന് ഉമ്മ വെച്ചോന്ന് വിചാരിച്ചോ, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, അയ്യയുടെ മോൻ്റെ പൂതി കൊള്ളാലോ, അങ്ങനെ ഇപ്പോൾ ഉമ്മ വെക്കാനായിട്ട് ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ തൊട്ട് കളിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അലീന വന്ന് കഥകിൽ മുട്ടുന്നത് കേട്ടോ. ഓ ആരാ ശല്യപ്പെടുത്താനായിട്ട് എന്ന് പറഞ്ഞ് രോഹിത്ത് എഴുന്നേൽക്കുകയാണ് അവിടുന്ന്. അങ്ങനെ എഴുന്നേറ്റ് കഥക് തുറക്കുമ്പോൾ അലീനയാണ് മുന്നിൽ നിൽക്കുന്നത്. എന്താണെന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ഇവിടെ വാതിൽ അരച്ചിട്ടിട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അലീന. അപ്പോൾ ആ പെൺകുട്ടി തലയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. റൂബി ഇങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ റൂമിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൊണ്ട് വന്നിരുന്നിട്ട് എന്ത് ചെയ്താൽ നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഇവിടെ കഥ കടച്ചിട്ട് ഇരിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, അത് പറയാൻ നീ ആരാണ്, നീ ഇവിടുത്തെ വെറും സെർവൻ്റ് അല്ലേ, നീ എന്നെ ഭരിക്കാനായിട്ട് വരണ്ട, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും, ഇത് എൻ്റെ വീടാണ്, നീ വലിയ ചേച്ചി ചമയാനൊന്നും നോക്കണ്ട എന്ന് പറയുമ്പോൾ, ചില സമയത്ത് ഞാൻ ചേച്ചി ചമയാൻ നോക്കും, നീ പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ ഒന്നുകിൽ നിനക്ക് ഇവളോട് ഇവിടെ വന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഹോളിൽ വന്നിരുന്ന് സംസാരിക്കും, ഓപ്പൺ സ്പേസിൽ ഇരുന്ന് സംസാരിക്കും, അല്ലാതെ റൂമിൽ കഥ കടച്ചിട്ടിരിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, നീ ആരാന്ന് വെച്ചിട്ടാണ് കിടന്ന് തിളയ്ക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും അവളോട് ദേഷ്യപ്പെടുകയാണ്. ആ സമയത്ത് റൂബി പറയുന്നുണ്ട്, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്താണ് നിൻ്റെ ഉള്ളിൽ എന്നുള്ളത് എനിക്ക് മനസ്സിലായി, നിനക്ക് നല്ല അസൂയയും കുശുമ്പാണല്ലേ എന്ന് ചോദിക്കുകയാണ് റൂബി അലീനയോട്. അതെന്താ നീ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയാം രോഹിത് എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഇവനോട് കൊഞ്ചാനും കൊഴയാനും ഒക്കെ ഇവനെ കിട്ടുള്ളൂ, ഇനി മേലിൽ ഇവൻ്റെ മുന്നിലോട്ട് കൊഞ്ചി കൊഴിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറയാണ് റൂബി. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇവൻ്റെ മുന്നിൽ കൊഞ്ചിക്കൊഴിയാൻ ഞാൻ ചെന്നെന്നോ, നീ എന്തായി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, രോഹിത്ത് എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, നീ അങ്ങനെ ഇപ്പോൾ പുണ്യാളത്തി ചമയൊന്നും വേണ്ട, രോഹിത്ത് എൻ്റെയാണ്, അല്ലാതെ അവനെ വശീകരിച്ചെടുക്കാമെന്ന് നീ മനസ്സിൽ പോലും ചിന്തിക്കേണ്ടെന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ അലീന പറയുന്നത്, നീ കരുതുന്നത് പോലും ഒന്നുമില്ല, രോഹിത്ത് എനിക്ക് എൻ്റെ അനിയനെ പോലെയാണ്, എൻ്റെ സ്വന്തം അനിയനെ എങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ രോഹിത്തിനെ കാണുന്നത്, അതുകൊണ്ട് നീ ആ രീതിയിലുള്ള സംസാരം എൻ്റെ അടുത്ത് വേണ്ട, ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം, അല്ലെങ്കിൽ ഓപ്പൺ സ്പേസിൽ വന്നിരുന്നിട്ട് സംസാരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയണം. അപ്പം അലീനയോട് ദേഷ്യപ്പെടുകയാണ് വീണ്ടും രോഹിത്ത്, രണ്ടും പറ്റത്തില്ല, നീ എന്ത് ചെയ്യും ചോദിക്കുമ്പോൾ, ഞാനിപ്പോൾ മാഡത്തെ വിളിക്കും, അല്ലെങ്കിൽ സാറിനെ ഞാൻ വിളിക്കും എന്ന് പറയണം. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറയുമ്പോൾ, ഞാൻ സത്യമായിട്ടും വിളിക്കും, സാറാകുമ്പോൾ പെട്ടെന്ന് വരും, മാഡത്തിന് പെട്ടെന്ന് വരാൻ പറ്റത്തില്ല എന്ന് രോഹിത്തിന് അറിയാം. അപ്പോൾ പറയുന്നുണ്ട്, സാറ് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയമായിട്ടുണ്ട്, അപ്പോൾ എന്തായാലും ഒരു 5 മിനിറ്റ് നേരത്തെ സാറിന് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റും, ഞാൻ വിളിക്കുമെന്ന് പറയുമ്പോൾ രോഹിത്ത് ഒന്ന് പതറിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്ത് പറയുന്നത്, ശരി ഞങ്ങളിപ്പോൾ എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്നത്, ഇവിടെ റൂമിൽ കഥ കടച്ചിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ല, താഴെ വന്നിരുന്ന് സംസാരിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക, ആക്ടിവിറ്റി ചെയ്യുക, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ റൂമിൽ കഥ കടച്ചിട്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് രോഹിത്തിനോട് വീണ്ടും അലീന കർശനമായിട്ട് ഒരു ചേച്ചിയുടെ അധികാരം എടുത്തുകൊണ്ട് സംസാരിക്കുക കേട്ടോ.
അപ്പോൾ അലീനയുടെ സംസാരം കേട്ടിട്ട് രോഹിത് ശരിക്കും ഒന്ന് പേടിച്ച് പോകുന്നുണ്ട്. ഇവളിങ്ങനെ ഭയങ്കര അധികാരത്തോടെ സംസാരിക്കുന്നത് കേട്ടിട്ട് രോഹിത് ആദ്യം ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കിയെങ്കിലും പിന്നീട് രോഹിത്തിന് ഒന്ന് പേടിയാവുന്നുണ്ട് കേട്ടോ. ഇവളിനി എന്തെങ്കിലും അച്ഛനെ വിളിച്ച് പറയോ അല്ലെങ്കിൽ അമ്മയെ വിളിച്ച് പറയോ എന്നുള്ളൊരു പേടിയും, പിന്നെ ഇവളുടെ സൗണ്ട് മാറുന്നത്, വോയിസ് മോഡുലേഷൻ മാറുന്നത് രോഹിത്തിനൊരു പേടി തോന്നുക. കാരണം ഇവൾ ആരെ ഇങ്ങനെയൊക്കെ പറയാൻ, ശരിക്കും ഒരു ചേച്ചിയുടെ ഒരു അധികാരം, ഒരു അമ്മ പറയുന്ന ഒരു രീതിയിലൊക്കെയാണ് അവൾ സംസാരിക്കുന്നത്. അത് കേട്ടപ്പോൾ രോഹിത് വളരെ അക്ഷമമായിട്ട് വാ റൂബി നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് റൂബിയും കൂട്ടിയിട്ട് അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ റൂബിയും പോകുന്ന സമയത്ത് ഇവളെ രൂക്ഷമായിട്ട് നോക്കിയിട്ടാണ് പോകുന്നത്. ഒരു സ്വസ്ഥതയും മനുഷ്യന് വീട്ടിൽ തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടെടി എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് രോഹിത് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. എന്താണെങ്കിലും അവരുടെ പദ്ധതി, രോഹിത്തിൻ്റെ പദ്ധതി അലീന പൊളിച്ചടുക്കിയിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടി ജോമോൻ്റെ റൂം വൃത്തിയാക്കാനായിട്ട് ചെല്ലുന്നതാട്ടോ. മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെയും മകനായ ജോമോൻ്റെ റൂം ക്ലീൻ ആക്കിക്കോട്ടെ എന്ന് ഗ്രേസമ്മയോട് അനുവാദം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമുക്കിഷ്ടപ്പെട്ട ആളുകളുടെ സ്ഥലങ്ങളൊക്കെ, നമുക്കിഷ്ടപ്പെട്ട ആളുകളൊക്കെ നന്നായി ഇരിക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ അവരില്ലെങ്കിലും അവർ ഉപയോഗിച്ച സ്ഥലം നമുക്ക് വൃത്തിയാക്കി വെക്കല്ലേ വേണ്ടത്, എങ്കിലല്ലേ അവർക്ക് സന്തോഷമാവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി ഒരുവിധം ഗ്രേസമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രേവതിക്കുട്ടി ആ റൂം ക്ലീൻ ആക്കാനായിട്ട് ചെല്ലുകയാണ്. അങ്ങനെ ഡോറ് തുറന്ന് ചെല്ലുമ്പോൾ തന്നെ മൊത്തം പൊടിയും മാറാലും ആണല്ലോ. രേവതിക്കുട്ടി അങ്ങോട്ട് കയറി ഉടനെ തന്നെ അന്ന് ഗ്രേസമ്മ വഴക്ക് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതാണ്. അങ്ങനെ രേവതിക്കുട്ടി വന്ന് അവിടെ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പൊടി പിടിച്ച് കിടക്കുകയാണ്. കട്ടിലും അലമാരയും ബെഡും കർട്ടനും അങ്ങനെ എല്ലാ സാധനങ്ങളും പൊടി പിടിച്ച് കിടക്കുകയാണ്. അങ്ങനെ കുറച്ചൊക്കെ ജനലൊക്കെ തുറന്നിട്ട് ആദ്യം കുറച്ച് വെട്ടവും വായുവും ഒക്കെ അകത്തേക്ക് കയറട്ടെ എന്ന് വിചാരിച്ചിട്ട് ജനലും വാതിലൊക്കെ ഒന്ന് തുറന്നിട്ടാണ് രേവതിക്കുട്ടി ആദ്യം ചെയ്യുന്നത്. അങ്ങനെ എന്നിട്ട് മാറാലൊക്കെ അടിച്ച് അവിടെ വൃത്തിയാക്കി അങ്ങനെ തുടങ്ങുകയാണ്. ആ സമയത്താണ് ടേബിളിൽ ഇങ്ങനെ കുറേ ഫോട്ടോസും അതുപോലെ ആൽബംസും ഡയറികളും ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു മേശയാണ്, ആ മേശയ്ക്കുള്ളിൽ കുറേ ബുക്സും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അങ്ങനെ അവിടെ ഒരു ആൽബം കിട്ടിയപ്പം രേവതിക്കുട്ടി അതിങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ കാണുന്നത് ജോമോനും ഷെറിനും തമ്മിലുള്ള ഒരുപാട് ഫോട്ടോസാണ്. അപ്പോൾ അവർ തമ്മിൽ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു, വളരെ ക്ലോസ് ആയിട്ടും അങ്ങനെ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ആൽബത്തിലാക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് രേവതിക്കുട്ടി. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഷെറിനെ കാണുമ്പോൾ ഈ ചേച്ചിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയോ കണ്ട് പരിചയമുള്ള മുഖം പോലെ രേവതിക്കുട്ടിക്ക് തോന്നുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എവിടെയാണ് ഞാൻ കണ്ടത്, ഈ കണ്ണുകൾ ശരിക്കും ഞാൻ കണ്ടതുപോലെയുള്ള കണ്ണുകളും മൂക്കും ഒക്കെ നല്ല പരിചയമുണ്ട് എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടിക്ക് ശരിക്കും അങ്ങനെ ഓർമ്മ വരുന്നൊന്നുമില്ല. പിന്നീട് അങ്ങനെ ഓരോ ഫോട്ടോ മറിക്കും തോറും ഷെറിനെ നല്ല പരിചയമുള്ളതുപോലെ തോന്നുകയാണ് രേവതിക്കുട്ടിക്ക്. അങ്ങനെ ആ ആൽബമൊക്കെ നോക്കി അവിടെ വേറെയും കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഫോട്ടോസ് എല്ലാം അങ്ങനെ നോക്കി ഒക്കെ തുടച്ച് വൃത്തിയാക്കി അതാത് സ്ഥാനത്ത് ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് രേവതിക്കുട്ടിക്ക് അവിടെ നിന്ന് ഒരു ഡയറി കിട്ടുന്നത്. അപ്പോൾ ആ ഡയറിയിലുള്ള കാര്യങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് രേവതിക്കുട്ടിക്ക് മനസ്സിലാവുകയാണ് ഷെറിൻ ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യം കേട്ടോ. പക്ഷെ അത് ആർക്കും അറിയുമായിരുന്നില്ല. ഷെറിനും ജോമോനും മാത്രമേ അറിയായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും കല്യാണമൊക്കെ നിശ്ചയിച്ചതായിരുന്നല്ലോ, ഇനി എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കുമ്പോൾ അതൊക്കെ ആരെയും അറിയിക്കാതെ പോകാമല്ലോ എന്നുള്ളൊരു പ്ലാനിലായിരുന്നു അവർ. അങ്ങനെ ഈ ന്യൂസ് അറിഞ്ഞിട്ട് ഷെറിനെ കാണാനായിട്ട് പോകുന്ന സമയത്താണ് ജോമോന് ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേവതിക്കുട്ടി ആ റൂമിൽ നിന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ അറിഞ്ഞപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര ഷോക്കാവുകയാണ് രേവതിക്കുട്ടി. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇത് അവരെ അറിയിക്കണം എന്നൊക്കെ ചിന്തിക്കാൻ അങ്ങനെ പെട്ടെന്ന് റൂമൊക്കെ ക്ലീനാക്കി അവിടെ ജോമോൻ്റെ ഫോട്ടോ ഒക്കെ നല്ല സെറ്റപ്പാക്കി വെച്ച് ഒരു തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഗ്രേസമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ആ റൂമൊന്ന് വന്ന് നോക്കി എന്ന് പറഞ്ഞ് ഗ്രേസമ്മയും മാമച്ചായനെയും കൂടി കൂട്ടിയിട്ട് ആ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഗ്രേസമ്മയും മാമച്ചായനും ആ റൂമിലേക്ക് വന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തോന്നുക കേട്ടോ. കാരണം ആ റൂം അതിമനോഹരമായിട്ട് രേവതിക്കുട്ടി മാറ്റിയെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നീറ്റാക്കിയിട്ട് ഫോട്ടോസൊക്കെ വെച്ച് മാലയിട്ട് അതുപോലെ തിരിയൊക്കെ കത്തിച്ച് ഇങ്ങനെ വെച്ചേക്കാണ്. അത് കണ്ടപ്പോൾ ഗ്രേസമ്മ ഇങ്ങനെ കരയാൻ തുടങ്ങുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇനി കരയല്ല ആൻറ്റി വേണ്ടത്, എന്തായാലും ജോമൻ ചേട്ടൻ പോയി, പക്ഷേ ജോമൻ ചേട്ടൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ, നമ്മളെ എപ്പോഴും ജോമൻ ചേട്ടൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കരയും സങ്കടപ്പെടുകയും ചെയ്യുന്നത് കാണുമ്പോൾ അവർക്കൂടി വിഷമാവില്ലേ, ആൻറ്റി ഇനി കരയല്ലേ, നമുക്കിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം, അതുപോലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിരി തമാശയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അതൊക്കെ ജോമോൻ ചേട്ടൻ കാണുന്നുണ്ടാവും. അപ്പോൾ ജോമോൻ ചേട്ടനും സന്തോഷമാകും എന്നൊക്കെ രേവതിക്കുട്ടി പറയണം. അപ്പോൾ കണ്ണൊക്കെ തുടച്ചിട്ട് നീ പറഞ്ഞത് ശരിയാണ് രേവതിക്കുട്ടി, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഫോട്ടോയുടെ മുന്നിൽ വന്നിട്ട് അവർ പ്രാർത്ഥിക്കുക കേട്ടോ. ആ സമയത്താണ് രേവതിക്കുട്ടി ആ ഡയറിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ഗ്രേസമ്മയോടും മാംചായനോടും കൂടി പറയുന്നത്. അത് കേട്ടിട്ട് അവർ രണ്ടുപേരും ഷോക്കാവുകയാണ്. ഇങ്ങനൊരു കാര്യം അവർക്ക് അറിയില്ലായിരുന്നു കേട്ടോ, ഷെറിൻ ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യം അവർക്കറിയില്ലായിരുന്നു. എന്താണെങ്കിലും ഷെറിനെ അന്വേഷിച്ച് പോകാൻ തന്നെ അവർ
അവർ തീരുമാനിക്കുകയാണ്. ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടാവോ അതോ ഷെറിൻ വേറെ വിവാഹം കഴിച്ച് പോയിട്ടുണ്ടാവോ, എന്താണെങ്കിലും അവൾ ഗർഭിണിയായിരുന്നല്ലോ, അപ്പോൾ ആ കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടാവുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ അവരിൽ വരികയാണ്. എന്തായാലും ആ ഷെറിനെ അന്വേഷിച്ച് ഉടനെ തന്നെ പോകണമെന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുകയാണ് ഗ്രേസമ്മയും മാമിച്ചായനും. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഫുൾ എപ്പിസോഡ് കിട്ടുന്ന ഉടനെ തന്നെ എപ്പിസോഡിൻ്റെ സ്റ്റോറി പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.